പ്രിയപ്പെട്ടവരെ, ഇറാനിൽ ഇസ്രയേലും അമേരിക്കയും നടത്തിയ വൻ യുദ്ധം ഒരുപക്ഷെ പരാജയപ്പെട്ട യുദ്ധം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ യുദ്ധത്തിൽ ഉണ്ടായിരിക്കുന്ന സാമ്പത്തികമായ നഷ്ടങ്ങൾ ഇത് നികത്താൻ അറബ് രാഷ്ട്രങ്ങളെ കൂടെ ഇപ്പോൾ അമേരിക്ക ക്ഷണിക്കുകയാണ് എന്നാണ് വൈറ്റ് ഹൗസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രംപ് അത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്നാണ് വൈറ്റ് ഹൗസ് പറയുന്നത്. റോയിട്ടേഴ്സ്, അതുപോലെ തന്നെ BBC തുടങ്ങിയ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം ഈ കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അറബ് രാഷ്ട്രങ്ങൾക്ക് ഈ യുദ്ധത്തിൽ എന്ത് നേട്ടമാണ് ഉണ്ടായത്? അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കപ്പെട്ടു, എണ്ണ വ്യാപാരം നിലയ്ക്കുകയുണ്ടായി, വലിയ രൂപത്തിലുള്ള ബില്യൺ കണക്കിന് ഡോളറാണ് ഈ രാഷ്ട്രങ്ങൾക്ക് നഷ്ടമായിരിക്കുന്നത്. എന്നാൽ ആരാണ് ഈ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ ലാഭമുണ്ടാക്കിയത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഉയരുകയാണ്. ഈ ചോദ്യത്തിന് പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത വിധം അവ്യക്തമാണ് എന്നത് ഒരു വസ്തുതയാണ്. ഇറാനെതിരെയുള്ള ഈ യുദ്ധം 4 ദിവസം കൊണ്ട് തീർത്ത് ഇറാനെ ഇല്ലാതാക്കി ഭരണമാറ്റം നടത്താം എന്നൊക്കെയായിരുന്നു അറബ് രാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അമേരിക്കയും ഇസ്രയേലും മുന്നോട്ട് വെച്ചിരുന്ന കാര്യങ്ങളെങ്കിൽ അവരുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടാണ് ഇറാന്റെ ഭാഗത്തുള്ള തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവിനെ വധിച്ചുവെങ്കിലും ഇറാൻ അതിലേറെ ശക്തമായി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയായിരിക്കുന്നത്. എന്നാൽ ഈ യുദ്ധം വിജയിച്ച് ഇറാന്റെ ഭരണം അട്ടിമറിച്ചതിന് ശേഷമാണ് അറബ് രാഷ്ട്രങ്ങളോട് യുദ്ധത്തിന് ആവശ്യമായ തുക അല്ലെങ്കിൽ യുദ്ധത്തിൽ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ നികത്താൻ ആവശ്യപ്പെടുന്നത് എങ്കിൽ അതിനർത്ഥമുണ്ടായിരുന്നു. പക്ഷേ പരാജയപ്പെട്ട യുദ്ധം അറബ് രാഷ്ട്രങ്ങൾക്ക് പൂർണ്ണമായി നഷ്ടം സംഭവിച്ചു എന്ന് മാത്രമല്ല, അറബ് രാഷ്ട്രങ്ങളുടെ പ്രൊട്ടക്ഷൻ അമേരിക്കയുടേതാണ്. അറബ് രാഷ്ട്രങ്ങളിലുള്ള, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലുള്ള പ്രതിരോധ സംവിധാനങ്ങളെല്ലാം വിന്യസിച്ച് ആ രാഷ്ട്രങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നത് അമേരിക്കയാണ്. അതിന് വലിയ തുക തന്നെ ഈ GCC രാഷ്ട്രങ്ങൾ ചെലവഴിക്കുന്നുണ്ട്. എന്നാൽ ഇറാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് മുന്നിൽ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾ നോക്കുകുത്തിയായത് കാരണം ഈ രാഷ്ട്രങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഖത്തറിനായാലും സൗദി അറേബ്യക്കായാലും അവരുടെ പെട്രോ കെമിക്കൽസ് പ്ലാന്റുകൾ, അതുപോലെ ഗ്യാസ് പ്ലാന്റുകൾ തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായി ബില്യൺ കണക്കിന് ഡോളറാണ് ഈ രാഷ്ട്രങ്ങൾക്ക് നഷ്ടമായത്. എന്നാൽ ഈ യുദ്ധത്തിൽ നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അമേരിക്കക്കുണ്ടായ ഈ യുദ്ധത്തിലെ നഷ്ടങ്ങളെല്ലാം പരിഹരിക്കാൻ ഇനിയും അറബ് രാഷ്ട്രങ്ങൾ വേണമെന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ഓർമ്മ വരുന്നത് റഷ്യയുടെ ഫിലോസഫർ ആയിട്ടുള്ള പുടിന്റെ സ്വന്തക്കാരനായ അലക്സാണ്ടർ ദോഗിന്റെ ഒരു പ്രസ്താവനയാണ്. ഈ അറബ് രാഷ്ട്രങ്ങൾ യഥാർത്ഥത്തിൽ അവരുടെ ഏറ്റവും കഠിനമായ ശത്രുവിനെയാണ് അവരുടെ സംരക്ഷണത്തിന് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നാണ്. ഇതിന്റെ അനന്തരഫലമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇറാൻ എന്നത് അറബ് രാഷ്ട്രങ്ങൾക്ക് വലിയ ഒരു പ്രശ്നമാണ് എന്ന് വലിയ രീതിയിൽ വരുത്തി തീർക്കുന്നിടത്ത് അമേരിക്കയും ഇസ്രയേലും വിജയിച്ചു. അങ്ങനെയാണ് ഇറാനെതിരെ ഇത്തരത്തിലുള്ള നീക്കം നടത്താൻ അറബ് രാഷ്ട്രങ്ങളെ പ്രേരിപ്പിച്ചത്. ഈ ഇറാനെ ചെറുക്കാൻ എന്ന പേരിൽ വലിയ രീതിയിലുള്ള ആയുധങ്ങളാണ് അറബ് രാഷ്ട്രങ്ങൾക്ക് അമേരിക്കയും ഇസ്രയേലും വിറ്റയിച്ചത്. അതിനു പുറമെ ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും നടത്തിയ പരാജയപ്പെട്ട യുദ്ധത്തിനുള്ള നഷ്ടങ്ങളും അവർ നികത്തേണ്ടി വരുന്നു എന്നത് വലിയ രൂപത്തിലുള്ള ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ യുദ്ധം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും നമുക്കറിയാം ഈ ഇറാന്റെ മിസൈൽ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ അവരുടെ ആണവ പദ്ധതികൾ, ഇതെല്ലാം ഇസ്രയേലിന്റെ നിലനിൽപ്പിന് ഭീഷണിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യുദ്ധം ആരംഭിച്ചതെങ്കിൽ ഇപ്പോൾ യുദ്ധം അവസാനിക്കുമ്പോൾ അറബ് രാഷ്ട്രങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്തിരുന്നത് എന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് ട്രംപും അതുപോലെ തന്നെ നെതന്യാഹുവും. അതിന്റെ പേരിൽ ഈ അമേരിക്കക്കുണ്ടായ നഷ്ടങ്ങൾ നികത്താനാണ് അറബ് രാഷ്ട്രങ്ങളോട് ആവശ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഈ യുദ്ധത്തിന്റെ പിന്നിൽ അറബ് രാഷ്ട്രങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ ഇറാനെ ആക്രമിക്കാനുള്ള നിർദ്ദേശം ഈ അറബ് രാഷ്ട്രങ്ങൾ നടത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ, അമേരിക്കയോട് അത്തരത്തിലുള്ള ഒരു സ്വകാര്യമായ നീക്കം നടത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും ട്രംപ് ഉന്നയിക്കുന്ന ഈ ഒരു ആവശ്യം അവർക്ക് തള്ളിക്കളയാൻ കഴിയും. അതേ സമയത്ത് ഈ യുദ്ധത്തിന് പിന്നിൽ നിന്ന് പിന്തുണക്കുകയും അത് യുദ്ധം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അറബ് രാഷ്ട്രങ്ങൾക്ക് അമേരിക്കയുടെ ട്രംപിന്റെ ഇപ്പോഴത്തെ ആവശ്യം അവർക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്നത് വസ്തുതയാണ്.